ലൈഫും ബിലീഫും എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അപ്പോൾ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങൾക്കെതിരെയും സാറ് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ ഇത്തരം പ്രവൃത്തികൾക്കെതിരെയും സാറ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞു കഴിയുമ്പം സാറിനെ ഒരു സംഘപരിവാർ ചായവുള്ള ഒരാളായിട്ട് മുദ്ര കുത്തപ്പെടുത്തുന്നുണ്ട്. കൂടുതലും പക്ഷേ അതിനൊരു അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വന്നിട്ടുള്ള കുറച്ചധികം വീഡിയോകൾ അല്ലെങ്കിൽ സാറിൻ്റെ തന്നെ യൂട്യൂബ് വീഡിയോസിൽ ഈ ഹമാസിനെതിരെയുള്ള എല്ലാവരും പാലസ്തീനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത്തരം ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സാറിന് അങ്ങനെ ഒരു ഈ പറയുന്നവർക്ക് മറുപടിയായിട്ട് എന്താണ് പറയാനുള്ളത്? ഈ ഹമാസിനെ കുറിച്ച് ഹിന്ദുത്വയിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. സോ ഇത് ഈ മതങ്ങളിലെല്ലാം ഒരു പ്രശ്നം ഇതാണ്. ഒരാൾ മരിച്ചു, അവരാദ്യം ചോദിക്കും ഇത് നമ്മുടെ പാർട്ടിക്കാരനാണോ നമ്മുടെ മതക്കാരനാണോ എന്നൊരാൾ ചോദിക്കുന്നെങ്കിൽ അവനൊരു ഗോത്രജീവിയാണ്, അവന് ചിന്താസ്വാതന്ത്ര്യം ഇല്ലാത്തൊരു ഗോത്രജീവിയാണ്. ഒരു ശരാശരി സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റും ഇസ്ലാമിസ്റ്റും ഹിന്ദുത്വവാദി എല്ലാം ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. അവരെപ്പോഴും നോക്കുന്നത് തങ്ങളുടെ ഒരാളാണ്. ഒരു പടം ഇറങ്ങുമ്പോൾ അതിൻ്റെ സംവിധായകൻ തങ്ങളുടെ ജാതിക്കാരനാണോ തങ്ങളുടെ മതക്കാരനാണോ എന്നവൻ നോക്കുന്നു. മീൻസ് ഈസ് ബൗണ്ട്. ഇതാണ് പ്രശ്നം. ഇത് ഒരാൾ കൊല്ലപ്പെട്ടാലും ഇങ്ങനെ തന്നെ അവർ ചിന്തിക്കുന്നത്. ഒരാളെ മോഷണത്തിൽ പ്രതിയായിട്ട് പിടിക്കുക, എന്നാലും അവർ നോക്കുക ഇത് നമ്മുടെ പാർട്ടിക്കാരനാണ് എന്നാൽ കയറി ഡിഫെൻഡ് ചെയ്തേക്കാം, നമ്മുടെ മതക്കാരനാണോ എങ്കിൽ എതിര് പറയുന്നതിനെല്ലാം സംഖ്യയെന്നോ ചുടാപ്പിയെന്നോ വിളിച്ചേക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഈ ചിന്താപരമായ പ്രബുദ്ധത നമുക്ക്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും അല്ലെങ്കിൽ അവർക്ക് മത്സരപരമായിട്ട് എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ചാപ്പയടിച്ചു വിടും. ഞാനതൊക്കെ വലിയ വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കുന്നില്ല. വിമർശനങ്ങളെ എങ്ങനെയാണ് എന്താ വിമർശനം ഇതിനകത്ത്? അല്ല, വളരെ സർക്കാസിസ്റ്റായിട്ടാണ് സാർ അതിനെ നേരിടുന്നത്. ഒരു വിമർശനങ്ങൾ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ യൂട്യൂബ് ഇതിൻ്റെ താഴെ വരുന്ന കമൻസുകൾ കണ്ടിട്ടുണ്ട്. അപ്പം ചിലപ്പം ഇത് നിർത്തിയിട്ട് പോകണമെന്ന് തോന്നുമോ, അല്ലെങ്കിൽ ഇവരൊക്കെ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ച് മറുപടി കൊടുക്കണമെന്ന് തോന്നുമോ? ഒന്നും ഉണ്ടാവാറില്ല. ഇല്ല, ഈ ബേസിക്കലി അതിനകത്തൊക്കെ ഒന്നാമത് ഞാൻ നോക്കുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലായാലും ഇതിലായാലും ആളുകൾ ഒന്ന് തെറി വിളിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നതോ അവർ ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദെയർ വയലൻസ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. യു കനോട്ട് കൺവിൻസ് എവറിബഡി, യു ഓൺലി കൺവിൻസ് എ സർട്ടൻ നമ്പർ ഓഫ് പീപ്പിൾ. മോസ്റ്റ് പീപ്പിൾ ആർ ഇമോഷണൽ, they are bound, they are indoctrinated, they are, they don't know, they don't want freedom. ഇപ്പോൾ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനോട് ചോദിക്കുകയാണ് ഫ്രീഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് മതിലുകൾ എന്നുള്ള സിനിമയിൽ മമ്മൂട്ടി അവസാനം ചോദിക്കുന്നുണ്ട് ആർക്ക് വേണം ഫ്രീഡം എന്ന് ചോദിക്കുന്നത്. അതാണ് അവൻ്റെ മെൻറ്റാലിറ്റി. ഈസ് അഡിക്റ്റഡ് ആൻഡ് എൻസ്ലേവൻ ടു സോ മെനി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റൈറ്റ് ഫ്രം ദ ബ്രാഞ്ച് സെക്രട്ടറി ടു ഡാഷ് സെക്രട്ടറി, എല്ലാവരും ഇത് തന്നെയാണ്. ഞാൻ പറയുന്നത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അതിന് അല്പം ഇത് വേണം. യു ഹാവ് ടു യൂസ് യുവർ കപ്പാസിറ്റീസ്. യു ഹാവ് ദ കപ്പാസിറ്റി, യു ഹാവ് ടു യൂസ് ഇറ്റ്. ഈ സ്വാതന്ത്ര്യമില്ലായ്മ ഒരു സുഖമായിട്ട് കണ്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ റൈറ്റ്ലി സെഡ്. ഞാൻ ഇന്നലത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞാണ് ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഈ വത്തക്ക സമരമൊക്കെ നടക്കുമ്പോൾ എല്ലാവരും പോയി അതിനകത്ത് സമരം നടത്തുന്നു, എൻക്യാമ്പുമെൻ്റൊക്കെ നടത്തുന്നു. അപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് തന്നെ ഇതേ കണക്ക് നിങ്ങളെപ്പോലുള്ള ചാനലുകാർ ചോദിക്കുന്നു എന്തിനാണ് സമരം നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ ഞങ്ങൾക്കറിയില്ല, ഓണസ്റ്റ്ലി ഡോണ്ട് നോ. പക്ഷേ പാലസ്തീൻ എന്ന് പറയുന്നത് അവിടെ എന്തോ ഉണ്ട്, അതുണ്ട്, അത് ഇങ്ങനെ ഒക്യുപ്പൈഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വന്നു, വീഡിയോസൊക്കെ വന്നപ്പോഴത്തേക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഗതി മാറി. പിന്നെ ഈ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും എങ്ങനെയുണ്ട് സമരം എന്താണെന്ന് ചോദിക്കാൻ പറയും. ഇല്ല ഞങ്ങളൊന്നും പറയില്ല, നിങ്ങൾ ഇഫ് യു വാണ്ട് ടു നോ ഓർഗനൈസേഴ്സിനോട് നേരിട്ട് ചോദിക്കാൻ പറയും. ഒന്നും മിണ്ടുന്നില്ല, മറ്റേ നാണക്കേടായതുകൊണ്ട്. പക്ഷേ ഈ പറയുന്ന കുട്ടിയുടെ കയ്യിൽ ഒരു പ്ലക്കാർഡ് ഇരിപ്പുണ്ട്, ലിബറേറ്റ് പാലസ്തീൻ എന്നാണ്. പക്ഷേ ഈ അവൾ ലിബറേറ്റഡ് അല്ല, അവളുടെ ഉത്തരം ഓർഗനൈസേഴ്സ് പറയും. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പാലസ്തീൻ ലിബറേറ്റ് ചെയ്യണം എന്നുള്ള പ്ലക്കാർഡുമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ എന്താണ് ഈ പ്രൊട്ടസ്റ്റിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും പറയില്ല, അതൊക്കെ അവിടെ നിന്ന് പറയും. ഈ ഒരു ശീലം ഇതൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നമാണിത്. നിങ്ങൾ വിലക്കെടുക്കപ്പെടുന്നു, നിസ്സാരമായി വിലക്കെടുക്കപ്പെടുന്നു, നിങ്ങൾ ആജ്ഞാപിക്കപ്പെടുന്നു, നിങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നു. ഇതൊന്നും ഒരു പ്രശ്നമല്ല മിക്കവാർക്കും മനുഷ്യർക്ക്. അതുകൊണ്ട് അത് അംഗീകരിക്കപ്പെട്ടു. 90% ഓഫ് ദ പീപ്പിൾ ദേ ഡോണ്ട് വാണ്ട് ബി ഫ്രീ. അപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് എങ്ങനെ പോകുന്നത്? അവരെല്ലാം ഈ വിശ്വാസം,
മനസ്സിലായില്ലേ? വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പാരതന്ത്രയാണ്. യു ആർ നെവർ ഫ്രീ. ദൈവം നോക്കിക്കോളും, ദൈവം തരും. ആക്ച്വലി നിങ്ങളുണ്ടാക്കണം, നിങ്ങൾ നിങ്ങളെ നോക്കണം, നിങ്ങൾ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നോക്കണം. അതാണ് വേണ്ടത്. അപ്പം ഇതിൻ്റെ എല്ലാ ഒരു പ്രശ്നം ഞാൻ അവസാനം കൊണ്ടുവന്ന് ഞാൻ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് സ്വതന്ത്ര ചിന്ത. നിങ്ങളതിനെ കൊണ്ടുവന്ന് ഈ യുക്തിവാദമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പലരും അങ്ങനെ വരുത്തിയിരിക്കും. യുക്തിവാദികളുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത് വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൻ്റെ ലോകവീക്ഷണമുള്ളവർക്ക് അംഗങ്ങളാവാൻ പറ്റുമെന്നാണ് അവരുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ തിരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും. അത് മതാത്മകമായ സംഘടനയാണ്, അവർ ഭരണഘടനയിലുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്തോളൂ. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുക്കണ്ട. പിന്നെ മാറ്റിയിട്ടുണ്ടെന്നോ എന്നിട്ട് ഇപ്പോഴും എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതൊരു യുക്തിവാദി സംഘടനയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറഞ്ഞാൽ മാർക്സിസം ഉൾക്കൊള്ളുന്ന അവരും നിരീശ്വരവാദം അവരുടെ മെമ്പേഴ്സിൻ്റെ ക്വാളിറ്റീസ് പറയും. ഒരിക്കലും ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദമോ മാർക്സിസമോ അതിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു കാലത്തും ഒരു സ്വതന്ത്ര ചിന്തകനോ ഒന്നും ആവാൻ പറ്റില്ല. കാരണം അവനൊരു അടിമയാണ്. 2 ഡാ വേണം. കാരണം 1 ഡാ അല്ല, അടിമ. ഇത് തന്നെ മതങ്ങളുടെ ഇസ്ലാം നോക്കും. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ അള്ളാഹുവിൻ്റെ അടിമയെന്നാണ്. അടിമത്വമാണ്, സബ്മിഷനാണ് ഇസ്ലാം. എഴുന്നേറ്റ് നിൽക്കലല്ല, സബ്മിഷൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഇസ്ലാമിൻ്റെ. ദാറ്റ്സ് ഓൾ മൈ ലോട്ട്. അപ്പോൾ ഈ പറയുന്ന ഈ സംഘപരിവാറിൻ്റെ ഒരു ഇത് സാറിന് കൂടുതൽ സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ അത്തരം ഹിന്ദു വിശ്വാസികൾ കൂടുതലായിട്ട് സാറിന് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ 15 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 15 പുസ്തകങ്ങളും ഹിന്ദുമതവും ഹിന്ദുമത വിശ്വാസവും വിമർശനങ്ങളാണ്. 15 എണ്ണം. ഞാൻ ഇസ്ലാമിനെതിരെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റിനെതിരെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. ഇനി എൻ്റെ പ്രഭാഷണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മത സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ 90% പ്രഭാഷണങ്ങൾ ഹിന്ദുമതത്തിൻ്റെ എതിരാണ്. ബാക്കി ഇസ്ലാമിനെതിരെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കമ്മ്യൂണിസം ഒരു 5-6 എണ്ണം ഉണ്ടാവും. ഞാനായിട്ട് 1500ഓളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട്. പക്ഷേ ഈ പ്രശ്നം ഈ നിങ്ങൾ 90% ഹിന്ദുമതത്തെ വിമർശിക്കുന്നു എന്നുള്ളത് അതൊരു വിഷയമല്ല. നിങ്ങൾ 1% പോലും ഇത് വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാവരും അത് ഫോളോ ചെയ്യുന്നു. ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഐ ഡോണ്ട് മൈൻഡ്. അത്രേ ഉള്ളൂ. അതാ ഭഗവത്ഗീത ബേസ് ചെയ്തൊരു പുസ്തകം സാറിൻ്റെ ബുദ്ധനെ ഇറങ്ങിയ കല്ല്. അപ്പം അതിനകത്ത് പറയുന്നുണ്ട് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ്റെ സാരഥി കൃഷ്ണന് പകരം ബുദ്ധനായിരുന്നെങ്കിൽ ഈ യുദ്ധം തന്നെ ഉണ്ടാവത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ ധൈര്യപൂർവ്വം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എഴുതി പിടിപ്പിക്കണമെങ്കിൽ ഒരു അസാമാന്യമായ ഒരു ഇത് വേണം. അന്ന് ഇവിടെ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കാൻ എൻ്റെ ഇന്ന് അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് തിരിച്ച് തന്ന പുസ്തകമാണത്. എന്നാൽ ഞാൻ DCA അന്ന് DCA മത്സരം എഴുതുന്ന സമയം, ഇപ്പോൾ 5-6 വർഷമായിട്ട് ഒന്നും എഴുതുന്നില്ല കേട്ടോ. DC ബുക്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരറിഞ്ഞില്ല. ഞാൻ ഒരാൾ പറഞ്ഞൊരു ബുക്ക് തരണമെന്ന് പറഞ്ഞത് കൊടുത്തു. അവർ പറഞ്ഞത് അന്ന് വീരേന്ദ്രകുമാർ ആണെന്ന് തോന്നുന്നു. ഗീതയ്ക്കെതിരെ, ഗീത ഒഴിച്ച് ബാക്കിയല്ല വേണമെങ്കിൽ ചെയ്യാം. ഗീത ഒരു വലിയ സംഭവമാണ്. അതൊരു പല യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്നതാണ്, മറ്റേതാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞു. അതെന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവർക്ക് കൊടുത്തു, DCക്ക് കൊടുത്ത് അവർ 1.5 മാസത്തിനുള്ളിൽ ഇത് പ്രസിദ്ധീകരിച്ചു. അത് ഒരു ബെസ്റ്റ് സെല്ലറാണ് ഇപ്പോഴും അത്. അപ്പം ഞാൻ ആലോചിച്ചത് അങ്ങനെ വരെ കേരളത്തിൽ ആ സമയത്ത് പോലും ഉണ്ടായിരുന്നു. മനസ്സിലായി? അന്ന് മോദി വരുന്നതിന് മുന്നേ അതായിരുന്നു അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞാണ്. ഇപ്പോഴും കേരളത്തിലെങ്ങും ഗീതയ്ക്കെതിരെ ഒന്നും സംസാരമില്ലല്ലോ. പിന്നെ ഒരു ഗുണമുള്ളത് ഹിന്ദുമതത്തിനെതിരെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള വിമർശനങ്ങൾ നോർമലായി കഴിഞ്ഞു. ഇസ്ലാമിനെതിരെയുള്ള വിമർശനം നോർമലായിട്ടില്ല. മനസ്സിലായി? ഇപ്പോഴും സ്പെഷ്യൽ കാറ്റഗറിയിൽ നിൽക്കുകയാണ്. അത് നോർമലാകുമ്പോൾ ഇതെല്ലാ പ്രശ്നങ്ങളെല്ലാം മാറും. നമ്മൾ എങ്ങനെയാണ് നോർമലാക്കുന്നതെന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ആചരിച്ചാണ് നോർമലാക്കുന്നത്. അപ്പോൾ ഹിന്ദുയിസത്തെ അല്ലെങ്കിൽ ഹിന്ദുമതത്തെയൊക്കെ കേരളത്തിൽ വിമർശിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ ആണ്. അവർക്കും പ്രശ്നമില്ല. അങ്ങനെ വേണം. അല്ല, നമ്മളത് തുറക്കുകയാണ്. അങ്ങനെ ക്രിസ്ത്യാനിറ്റിയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് അത് തന്നെയാണ്. കുറച്ച് പേരൊക്കെ ചീത്ത വിളിക്കും. എന്നാലും മൊത്തത്തിൽ ആ ഒരു മതത്തിലൊരു ഹിംസാത്മകമായ ഒരു റെസ്പോൺസ് ഇല്ല.
ഈ അടുത്തിടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടായി. അപ്പം ശരിക്കും അതിന് പിന്നെ നമ്മുടെ ഒരു സെക്യുലറിസ്റ്റിക് രാജ്യം എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു അത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം എടുത്ത് തന്നെ പറയുന്നില്ലെങ്കിൽ പോലും അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം സാർ അതിനൊരു ഇത് കൊടുത്തിട്ടുമുണ്ട്. അപ്പം എന്താണ് അതിനൊരു വ്യക്തമായിട്ട് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ? ഞാനത് പറഞ്ഞല്ലോ, അത് പിന്നെ വളരെ വ്യക്തമാണല്ലോ. ഞാൻ 2-3 കാരണം ഞാൻ എക്സാക്ട്ലി ഓരോരോ പ്രസ്ഥാനം എഴുതാനില്ല, ഞാൻ ലൈവ് ചെയ്തിരുന്നു, ലൈവ് ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ പൊളിറ്റിക്സാണ്. അവരുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ റിലീജിയസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതം അപകടത്തിൽ എന്ന് പ്രചരിപ്പിക്കുക, കെടുതിയിലാണെന്ന് പ്രചരിപ്പിക്കുക, രക്ഷകരായി അവതരിക്കുക. ഇതാണ് കമ്മ്യൂണൽ പൊളിറ്റിക്സ്. കെടുതിയിലാണെന്ന് പ്രചരിപ്പിക്കുക, ഭീതി വ്യാപാരം. അത് പല രീതിയിലാകാം. നിങ്ങളുടെ എണ്ണം കുറയുന്നതെന്നാകാം, വണ്ണം കുറയുന്നതെന്നാകാം, സമ്പത്ത് കച്ചവടം എല്ലാം കൊണ്ട് എന്ത് രീതിയിലാണ് കെടുതിയിലാണ്. നിങ്ങൾ യു ആർ ഇൻ ട്രബിൾ ആൻഡ് വി ആർ വിത്ത് യു. ഇതാണ് കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനം. ഇനി വേറൊന്നുണ്ട് കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ തുടക്കം തന്നെ. നിങ്ങൾ കെടുതിയിലായ നിങ്ങളെ ഞങ്ങൾ കരകയറ്റാന്ന് പറയുന്നതിനകത്ത്, കരകയറ്റാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് അനൈലേഷൻ ഓഫ് അതറൊക്കെ വരാം. ഇതാണ് ബി ജെ പിയുടെ പൊളിറ്റിക്സ്. ബി ജെ പി ആ പൊളിറ്റിക്സ് പ്ലേ ചെയ്യുന്നു. ആ പൊളിറ്റിക്സ് അൺസ്റ്റോപ്പബിളാണ്. ഒരു റിലീജിയസ് കൺട്രിയിൽ ഇറ്റ്സ് ബേസിക്കലി അൺസ്റ്റോപ്പബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ റിലീജിയസ്ലി ഡ്രിവണാണ്. അപ്പോൾ അവർ ആ സെൻറ്റിമെൻറ്റ്സാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാനതിനൊരു ഉദാഹരണം അതിന് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ കൊല്ലുന്നു, അല്ല ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു എന്ന് അവിടെ നടക്കാത്ത ഒരു കാര്യം കേരളത്തിലെ ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് വേറെ പാർട്ടികൾ ഉപയോഗിക്കുമ്പോഴും അത് ഹെയ്റ്റ് സ്പീച്ചാണ്. അത് 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ. അതായത് അവിടെ അതായിരിക്കില്ല നടക്കുന്നത്, പക്ഷേ കേരളത്തിൽ ഇതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾക്കെതിരെ തിരിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായില്ലേ? ഇത് മോദി പറഞ്ഞത് 100% കമ്മ്യൂണലാണ്, ഇത് 101% കമ്മ്യൂണലാണ്. ഇതിന് രണ്ടിനും തമ്മിൽ വ്യത്യാസമില്ല. ഇത് ആക്ച്വലി ഭീതി വ്യാപാരമാണ്, ഇതും ഭീതി വ്യാപാരമാണ്, അല്ലേ? വാട്ട് ഈസ് ദ ഡിഫറൻസ്? കൗണ്ടർ കമ്മ്യൂണലിസം. ഞാനതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്തുകൊണ്ട് മോഡിയും ബി ജെ പിയും ജയിക്കുന്നു എന്ന് ചോദിച്ചാൽ ജനാധിപത്യം എങ്ങനെയാണ്? ഡിപ്പെൻഡ് ഓൺ നമ്പേഴ്സ്. ഹിന്ദുസ് ആർ മോർ ഇൻ നമ്പർ, ദേ വിൽ വിൻ. അല്ലാണ്ട് അല്ല വേറെ ഇതല്ലല്ലോ. ഫുട്ബോൾ മാച്ചോ ചെസ് മത്സരമൊന്നും അല്ലല്ലോ. നിങ്ങൾ നമ്പർ ഉണ്ടാക്കുകയാണ്. ജനാധിപത്യം പറഞ്ഞാൽ നമ്പർ ഗെയിമാണ്. അപ്പോൾ മതം വെച്ചുള്ള രാഷ്ട്രീയം വരികയാണെന്നുണ്ടെങ്കിൽ വലിയ മതത്തെ പിന്തുണയ്ക്കുന്ന പാർട്ടി ജയിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ 10-15 പുസ്തകങ്ങൾ അതിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, ഡിക്കൻസിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു പുസ്തകം, ഇപ്പോൾ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ സയൻസ് മറ്റേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ബുധനെ അറിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തൊക്കെയോ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഭയങ്കര 600 പേരുള്ള പുസ്തകമാണ്. അതിനകത്ത് ന്യൂറോളജി, ഓങ്കോളജി, പിന്നെ ബ്രഹ്മം, കുറേ സംഗതികളുണ്ട്. പിന്നെ എല്ലാം സർക്കാസ്റ്റിക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ പകിട 13 ജ്യോതിഷം, അതും വലിയൊരു 500 പേരുള്ള പുസ്തകമാണ്. പിന്നെ വാസ്തുലഹരി, അങ്ങനെ കുറേ പുസ്തകങ്ങളൊക്കെയാണ്. അതൊക്കെ ഇനി പുസ്തക രചനയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ നല്ല പുസ്തകങ്ങളൊക്കെ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്തത് എന്താണ്? ഇപ്പം ജ്യോതിഷത്തിൻ്റെ ഒരു ഇതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം മറ്റേ വാസ്തുവിദ്യയെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് വാസ്തുലഹരി. അപ്പോൾ ഇതൊക്കെ അസാധ്യ പേരുകളാണ്. സൗന്ദര്യലഹരി എന്നൊക്കെ പറയുന്ന പോലെ വാസ്തുലഹരി എന്നൊക്കെയുള്ള. അപ്പോൾ ഇനി അടുത്തത് എഴുതാൻ പോവുകയാണെങ്കിൽ ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ വല്ലതും നടക്കുന്നുണ്ടോ? ഇല്ല, കുറേ ഞാൻ ആക്ച്വലി എന്നിലെ എഴുത്തുകാരൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ 6-7 വർഷമായിട്ട് ഒന്നും എഴുതുന്നില്ല. പിന്നെ അവിടുന്ന് സ്ഥിരം ഇങ്ങനെ ചോദിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ പ്രസംഗങ്ങളുടെയൊക്കെ ഒരു ഇപ്പോൾ കമ്മ്യൂണിസത്തിനെതിരെ 4-ാം മതം എന്ന് പറഞ്ഞൊരു പുസ്തകം, ഭൂഷ നദി, ആനയും ഉറുമ്പും, പിന്നെ 4-ാം മതം, ഇതെല്ലാം കൂടെ ചേർത്തൊരു പുസ്തകം. പിന്നെ സുവിശേഷ വിശേഷം മൊത്തം ചേർത്തുകൊണ്ടൊരു ബൈബിൾ വിമർശനം. ഇതൊക്കെ ചെയ്യാനായിട്ട് പലരും കുറേയൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ എസൻസിൻ്റെ പ്രവർത്തനം 2018 ശരിക്കും അതിൻ്റെ ഒരു വലിയ രീതിയിൽ വരുന്നത്. അതിനുശേഷമൊന്നും ഞാൻ ഒരു പുസ്തകം എഴുതാൻ പറ്റിയിട്ടില്ല. 6 വർഷമായി.
അതുപോലെ ഭയങ്കര അപ്ഡേറ്റഡ് അപ്ഡേറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതാണ്. ഈ ഇതെന്താ പ്രശ്നം എന്നറിയോ, ഇതെല്ലാം ഈ ഫോഴ്സ്ഡ് ഇറർ എന്നൊക്കെ പറയുന്നത്. നിങ്ങളെ ബാഹ്യശക്തികൾ നിങ്ങളെ എന്തെങ്കിലും ചെയ്യിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് വരുന്നത്. നിങ്ങളുടെ ഡ്രിവൺ ആയിട്ടുള്ള കാര്യം, പല കാര്യങ്ങളില്ലേ, നമ്മുടെ താല്പര്യങ്ങൾ, നിങ്ങൾ ആഹാരം കഴിക്കുന്നത് നിങ്ങൾക്കൊരു പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അതേപോലെയുള്ളത്. ഇനിയിപ്പോൾ ഞാനിത് എന്താണ് ആരെങ്കിലും പറയുന്ന അനുസരിച്ച്, ഒന്നാമത് ആരും പറയുന്ന അനുസരിച്ചല്ല ഞാൻ ചെയ്യുന്നത്. എനിക്കിന്ന് ഇസ്രയേൽ, നാളെ തായ്വാൻ, മറ്റേന്നാ ജൈവ കൃഷി, എനിക്ക് തോന്നിയോളം ഞാൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ല, ഡയറക്ഷൻ ഇല്ല, എൻ്റെ സ്വാതന്ത്ര്യം. രണ്ട്, എനിക്ക് താല്പര്യമുള്ളതെന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് അവിടെ പ്രത്യേകിച്ച് വർക്കിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ പത്രം വായിക്കണം, ഞാൻ പത്രം വായിക്കും, എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്, ഞാൻ വായിക്കും, ചെയ്യുന്നു. ഈ വായന ശരിക്കും നോക്കുമ്പം ഇപ്പോഴത്തെ ഒരു തലമുറ, പണ്ട് നമ്മൾക്ക് ലൈബ്രറികളിൽ പോയിരുന്നു വായിക്കുക, അല്ലെങ്കിൽ ഒരു വായനയുടെ ഒരു വലിയൊരു പ്രസക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഡിജിറ്റൽ റീഡിങ്, ഇത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ ലാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ടാബ്, അതിൽ വായിക്കാൻ പറ്റുന്നു. അപ്പോൾ ഈ ബുക്ക് റീഡിങ്ങും ഇതും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം സാറ് കൂടുതൽ ഏതിനാണ് കൂടുതൽ, ബുക്ക് വായിക്കുന്നതാണോ, എങ്ങനെയാണ് നമ്മളെ കൂടുതൽ നമ്മുടെ ബ്രെയിനിന് ഒരു കാര്യം കൂടുതൽ സ്വാംശീകരിക്കാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും, ഒരു അറിവിന് ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ? എനിക്ക് ഒരുപാട് ഷിഫ്റ്റ്സ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. കാരണം ദർ വാസ് എ പീരീഡ് ഓൺലി ബുക്സ് മാത്രം, പത്രങ്ങൾ മാത്രം അവൈലബിൾ ആയിരുന്നു. ഞങ്ങളൊക്കെ 10ലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യം ടെലിവിഷൻ കാണുന്നത് പോലും. ഇപ്പോഴത്തെ അങ്ങനെയല്ലല്ലോ. അപ്പം ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമമോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഫോൺ കോൾ ചെയ്യുന്ന ഒരു 21 വയസ്സുള്ളപ്പോഴേ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് അന്നൊരു പീരീഡ്. അപ്പോൾ അന്ന് വായന മാത്രമാണ്. പിന്നെ ഒരു കുറേ കഴിഞ്ഞ് പിന്നെ കിൻഡിലാവുന്നു, പിന്നെ ഓഡിയോ ബുക്ക് ആവുന്നു, പിന്നെ ഇപ്പോൾ വീഡിയോസ് ആവുന്നു, അതിൻ്റെ ഓഡിയോ ഇട്ട് കേട്ടുകൊണ്ട് കിടക്കുന്നു. ഇതിപ്പോൾ നമുക്ക് പിന്നെ എല്ലാവരും ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാധനം ഇതല്ലേ, അതേപോലെയുള്ളൂ. അപ്പം പക്ഷെ നമുക്കെപ്പോഴും ഈ വിവരങ്ങളുമായിട്ട് ഇങ്ങനെ വിയറിനെക്കാരൻ അതിങ്ങനെ ആയിരിക്കും, ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അതിനെന്താണ് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ വായന ഇപ്പോഴും എടുത്ത് വെച്ച് വായിക്കുക, ഇങ്ങനെ പുസ്തകം എടുത്ത്, അതിൻ്റെ ആവശ്യമില്ല. അതേപോലെ ഈ അധ്യാപകൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നല്ലോ സാറ്, അത് കഴിഞ്ഞിട്ട് ഇപ്പം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളായാലും എല്ലാം ശാസ്ത്രത്തിനെ ബേസ് ചെയ്തിട്ടും പ്രഭാഷണങ്ങളും അതൊക്കെ ഭയങ്കരമായൊരു പാണ്ഡിത്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ശാസ്ത്ര വിഷയങ്ങളിലേക്കൊരു താല്പര്യം വരുന്നത്? ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ടായിരുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും അതിൽ തന്നെ മുമ്പോട്ട് പോവുക. അയാൾ അതിൽ കഥകളും കവിതകളും എഴുതി, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രഭാഷണങ്ങൾ നടത്തി, അത്തരം ഒരു കാൽപ്പനിക ഇതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇല്ല, അത് സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് അന്നത്തെ ഒരു ഇത് വെച്ച് അതിനകത്ത് പോയതാണ്. എനിക്ക് ലിറ്ററേച്ചർ എന്തുവാണെന്നൊന്നും ലിറ്ററേച്ചറോട് വലിയ താല്പര്യമുള്ള ആളൊന്നും ആയിരുന്നില്ല. പിന്നെ സാഹിത്യമൊക്കെ വായിക്കുമായിരുന്നു, കുറേ നാളൊക്കെ വായിക്കുമായിരുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നില്ല ബിരുദത്തിന്. ഞാൻ സയൻസ് ഗ്രൂപ്പായിരുന്നു, +2 പ്രീ ഡിഗ്രിക്കും സയൻസ് ഗ്രൂപ്പ് തന്നെയായിരുന്നു, ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. സയൻസിനൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, സയൻസ് പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ ലിറ്ററേച്ചർ എടുത്തു, അന്നേരം അത് കിട്ടുള്ളൂ, അതെടുത്തു പഠിച്ചു. പിന്നെ എൻ്റെ MA ചെയ്തു, പിന്നെ എൻ്റെ നെറ്റ് എടുത്തു, പിന്നെ അങ്ങനെ പോയി. കാര്യം എനിക്കങ്ങനെ ഒരു വിഷയത്തോടുള്ള ഒരു പ്രണയമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, 10ാം ക്ലാസ് വരെ മര്യാദയ്ക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതി. 10ാം ക്ലാസ് ഇല്ല, നിങ്ങൾക്ക് എത്ര കയറിപ്പോഴുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനം, ഇപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ, അതൊക്കെ ഓക്കെ, അത് കുറച്ചുകൂടെ പഠിക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ പഠിക്കാനായിട്ടുള്ള സാധനം തിരിവിടെ ഉണ്ട്. അതാരും ഉപയോഗിക്കാതെ പറയുകയാണ്. നിങ്ങൾ ചില പറയുന്നത് MSc കാരൻ എന്നാണ്. MSc പഠിച്ചുകൊണ്ട് ഇതെല്ലാം അറിയണമെന്നുണ്ടോ? ഈ തുമ്പയിലും സീരക്കോട്ടയിലും അവിടെ ഇവിടെയൊക്കെ ഉള്ളവർ പലരും MSc കാരും MTech കാരും ഒക്കെ അല്ലേ, അവരെന്തോ ചെയ്യുന്നത് അല്ലേ? അവർ റോക്കറ്റ് വിക്ഷേപണ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പം ശാസ്ത്രീയമായ അഭിരുചി, മനോവൃത്തി എന്ന് പറയുന്നതും ശാസ്ത്രീയമായ അറിവെന്ന് പറയുന്നതും രണ്ട് കാര്യമാണ്. നിങ്ങൾക്കിരുന്ന എല്ലാ ഇക്വേഷനും കാണാൻ പഠിക്കാം, എല്ലാ പിന്നെ സിദ്ധാന്തവും തിയറി എല്ലാം കാണാൻ പഠിച്ച് എല്ലാം മനസ്സിലാക്കി പഠിക്കാം. കാണാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല, മനസ്സിലാക്കി പഠിക്കാം. പക്ഷേ നിങ്ങളുടെ ആഭിമുഖ്യം എന്താ, നിങ്ങളുടെ വീട്ടിൽ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണല്ലോ. നിങ്ങളുടെ മക്കളോട് എന്താണ് പറയുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. നിങ്ങളുടെ കുട്ടികളോട് എന്താണ് പറയുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അതാണ് സയൻറ്റിഫിക് ടെമ്പർ. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ പിടിക്കാൻ പഠിപ്പിക്കലാണ്. സയൻറ്റിഫിക് നോളജ് എന്ന് പറഞ്ഞാൽ മീൻ വാങ്ങിക്കൊണ്ടുവരിക, ചന്തയിൽ പോയി ആവശ്യമുള്ള മീൻ, പൈസ കൂടുതലുണ്ട് ലോറി കണക്കിന് വാങ്ങിക്കാം, പക്ഷേ വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും.
അപ്പോൾ നിങ്ങൾ ഭയങ്കര മീൻ മുതലാളിയാവും. പക്ഷെ നിങ്ങൾക്ക് മീൻ പിടിക്കാൻ അറിയില്ല. മീൻ പിടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മീനിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോവുക, പിടിക്കുക, കൊണ്ടുവരിക, കറി വെക്കുക, കഴിക്കുക. അതാണ് ആ ഒരു ടെമ്പർ. അതാണ് വേണമെന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ നോളജ് വേണമെന്ന് ശാസ്ത്രത്തിൽ എല്ലാ ശാസ്ത്രീയ അറിവും നേടണമെന്നല്ല നമ്മൾ പറയുന്നത്. ശാസ്ത്രീയ അറിവുകൾ ആവശ്യത്തിന് നേടിയാൽ മതി, താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി. അല്ല ജനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് E=mc² എങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യണമെന്ന് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതും ഒരു തെറ്റിദ്ധാരണയാണ്. അത് വേറെ ഇവരുണ്ടാക്കുന്നതാണ്. അതായത് ഈ അറിവുള്ളവർക്കൊക്കെ എന്തോ പിന്നെ പ്രത്യേക ഒന്നുമില്ല. അറിവുള്ളവർ ഏറ്റവും ഡാഷ് ടീമുകളായിരിക്കും പലരും. യാതൊരുവിധ ചിന്താപരമായ ഔന്നത്യം ഉണ്ടാവണമെന്നില്ല, മാനവികമായ കാഴ്ചപ്പാടുണ്ടാവണമെന്നില്ല, ഒരു ഗുണം ഉണ്ടാവണമെന്നില്ല. ഉണ്ടാകാം, സാധാരണക്കാരെ പോലെ ഉള്ളൂ. അറിവല്ല, ഞാൻ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്, നിങ്ങളുടെ ചിന്താരീതിയാണ്. അല്ല അതിന് ഒരുപാട് പിന്നെ കെമിസ്ട്രി ഫിസിക്സ് ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഞാനത് പറഞ്ഞു. 1910 മുതൽ 2010 വരെ ആണെന്ന് തോന്നുന്നു 100 വർഷത്തിൽ നോബൽ സമ്മാനം നേടിയ ആളുകൾ, അവരിൽ വിശ്വാസികൾ എത്ര അവിശ്വാസികൾ എത്ര എന്നൊരു കണക്ക് വിക്കിപീഡിയയിൽ കിടപ്പണം, നോക്കിയാൽ മതി. അപ്പോൾ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ്, പിന്നെ ജൂതന്മാരാണ്. 1% താഴെയുള്ള ജൂതന്മാരെ വേണ്ടി 23% നോബൽ പ്രൈസ് വിന്നേഴ്സ് ജൂതന്മാരാണ്. അപ്പം ബാക്കി ഇങ്ങനെ ഓരോരോ കണക്കെടുത്ത് വരുമ്പോൾ ഈ നോബൽ പ്രൈസ് വിന്നേഴ്സിൽ ഭയങ്കര ചിന്തകന്മാരും ഒക്കെ ആയിരിക്കുമല്ലോ. എത്ര നിരീശ്വരവാദികളുണ്ട് എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ ഡിക്ലെയർഡായിട്ട് നിരീശ്വരവാദം പറയുന്ന എത്ര പേരുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏത് വിഷയത്തിൽ നോബൽ പ്രൈസ് കിട്ടിയവരായിരിക്കും ഈ 100 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളായിട്ടുള്ള നോബൽ പ്രൈസ് വിന്നേഴ്സ്? ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയവരിലായിരിക്കുമോ, കെമിസ്ട്രിയിൽ കിട്ടിയവരായിരിക്കുമോ, മെഡിസിന് കിട്ടിയവരായിരിക്കുമോ, ലിറ്ററേച്ചറിന് കിട്ടിയവരായിരിക്കുമോ, പീസിന് കിട്ടിയവരായിരിക്കുമോ? ഒരു ജസ്റ്റ് ഒരു ചോദ്യം. എന്നോടാണോ? അങ്ങനെ വെച്ചാൽ ഫിസിക്സിനായിരിക്കും. ഫിസിക്സിനായിരിക്കും. രണ്ടാം സ്ഥാനം പീസിനായിരിക്കും. പീസിന് കിട്ടിയൊരു നിരീശ്വരവാദികളോ? ഇല്ലേ, വരില്ല. വളരെ സാധ്യത കുറവാണ് എല്ലാം. പോട്ടെ. പിന്നെ കെമിസ്ട്രിയും മെഡിസിനും ഒക്കെ കിടക്കുന്ന മെഡിസിൻ ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. കെമിസ്ട്രി ഉണ്ട്. ഓക്കെ, എന്നാലും ആ ഓർഡറാണ് പറഞ്ഞു. എന്നാൽ ഇതൊന്നുമല്ല. ഈ മൊത്തം നിരീശ്വരവാദികളായിട്ടുള്ള നോബൽ പ്രൈസ് വിന്നേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിലേതാണ്ട് 36% ലിറ്ററേച്ചറിന് നോബൽ സമ്മാനം കിട്ടി. ലിറ്ററേച്ചറിന് മനസ്സിലായി. മാത്രമല്ല ഏറ്റവും കുറവാണ് നിങ്ങൾ ഈ പറഞ്ഞ ഫിസിക്സും ഈ കെമിസ്ട്രിയും. അതിനേക്കാൾ കൂടുതലാണ് മെഡിസിന് നോബൽ സമ്മാനം കിട്ടിയവരിൽ. അല്ല, നമ്മൾ ചിന്തിക്കുന്ന പെട്ടെന്ന് ഫിസിക്സോ ആയിരിക്കുമല്ലോ. ഇത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇങ്ങനെ ശാസ്ത്രം, മറ്റേ MSc, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി പഠിപ്പിക്കുന്ന ആൾ, അതൊന്നും ശരിക്കും ഇത് രണ്ട് കാര്യമാണ്. ചിന്താരീതിയും ഈ അറിവും 2 കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്കറിയാം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാം വികാര ജീവികൾ, അതും ഇതും ഇല്ല പറഞ്ഞു ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ടീമുകളാണല്ലോ ഈ ലിറ്ററേച്ചറുകാർ. പക്ഷേ ലിറ്ററേച്ചറിലും ഇങ്ങനെ പറഞ്ഞ് ചിന്തിച്ച് അവസാനം വരുമ്പോൾ ഒരു റാഷണാലിറ്റി അവിടെ രൂപം കൊള്ളുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന 36% ആളുകളും ലിറ്ററേച്ചർ നോബൽ പ്രൈസ് വിന്നേഴ്സാണ്. ആന്റിവൈറസ് എന്നുള്ളൊരു പേര് അതെങ്ങനെയാ ആ ഒരു യൂട്യൂബ് ചാനലിൽ ശരിക്കും ഇടാൻ? അത് ഭയങ്കര ആന്റിവൈറസ് എന്നുള്ള പേര് ഒരിക്കലും ഞാൻ എന്തോ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ അടി ഒരാൾ വന്ന് എന്നെ കമൻറ്റ് ചെയ്തതാണ്, യു ആർ ആൻ ആൻറ്റിവൈറസ് എന്ന്. അപ്പം പിന്നെ അത് എനിക്കിഷ്ടപ്പെട്ട് ഞാനത് എടുത്തിട്ടെന്നേ ഉള്ളൂ. എനിക്ക് ആരാന്ന് ഓർമ്മയില്ല, ഒരാൾ വന്ന് എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് അന്നേ തോന്നിയാണ്. അതെന്തായാലും ഒരു അസാധ്യ പേരാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ തീരില്ല. അതുപോലെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് സാറിൻ്റെ അടുത്തൊന്നും അറിയാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ ഒരു കുറവൊക്കെ കാരണം പിന്നെ സാറിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ വല്ലാത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് സുഖമാവട്ടെ. വളരെ സന്തോഷം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സംസാരിച്ച് ഒരുപാട് അറിവുകൾ തന്നു, ഒരുപാട് ആശയങ്ങൾ പറഞ്ഞു തന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.